ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത തിയറത്തിന്റെ കോൺവേഴ്സ് എന്താണ്? ഇപ്പൊ എന്താ ഡിസ്കസ് ചെയ്തത്? ഒരു ട്രീ ഉണ്ടെങ്കിൽ ആ ട്രീന്റെ എത്ര എഡ്ജ് ഉണ്ടാവും? n-1 എഡ്ജ് ഉണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ തിരിച്ച് അസ്യൂം ചെയ്യുക എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ആൻഡ് n-1 എഡ്ജ്. അങ്ങനെയാണെങ്കിൽ അതെന്താവും? അതൊരു ട്രീ ആവും. അതായത് ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണ്, n വെർട്ടിസസ് ഉണ്ട്, n-1 എഡ്ജുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് എന്തായേ പറ്റൂ? ഒരു ട്രീ ആവണം. എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ജി കണക്റ്റഡ് ആണ്, n വെർട്ടിസസ് ഉണ്ട്, n-1 എഡ്ജ് ഉണ്ട് അല്ലെ? അങ്ങനെ ഈ നേരത്തെ റിസൾട്ട് എന്താണ്? എവരി കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്ൻസ് എ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞ ഒരു റിസൾട്ട് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവരി കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്ൻസ് എ സ്പാനിങ് ട്രീ അല്ലെ? അപ്പൊ ഇവിടുത്തെ എന്താണ്? ജി കണക്റ്റഡ് ആണ്, n വെർട്ടിസസ് ഉണ്ട്, n-1 എഡ്ജ് ഉണ്ട്. അപ്പൊ എന്താണ്? ജി കണക്റ്റഡ് ആയതുകൊണ്ട് ഇതെന്ത് കണ്ടെയ്ൻ ചെയ്യും? ഒരു സ്പാനിങ് ട്രീ കണ്ടെയ്ൻ ചെയ്യും. അപ്പൊ ഈ ഒരു തിയറം വെച്ചിട്ട് എന്താണ്? നേരത്തെ ഓൾറെഡി പ്രൂവ് ചെയ്ത തിയറാണ്. അത് വെച്ചിട്ട് എന്താണ്? there exists a spanning tree T of G. T എന്ന് പറയുന്ന ഒരു സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യും. ആ ജിക്ക് n വെർട്ടിസസ് ഉണ്ടായതുകൊണ്ട് സ്പാനിങ് ട്രീക്ക് എത്ര വെർട്ടിസസ് ഉണ്ടാവും? ജിക്ക് n വെർട്ടിസസുകൾ ഉണ്ട്. അപ്പൊ സ്പാനിങ് ട്രീക്കും എന്തുണ്ടാവും? n വെർട്ടിസസുകൾ ഉണ്ടാവും. അപ്പൊ n വെർട്ടിസസ് ഉള്ള ഒരു സ്പാനിങ് ട്രീ ആണ് ടി. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര എഡ്ജുകൾ ഉണ്ടാവും? n-1 എഡ്ജുകളാണ് ഉണ്ടാവുക അല്ലെ? അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രാഫിനും n-1 എഡ്ജ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്? രണ്ടും ഈക്വൽ ആയേ പറ്റൂ. ജിയും ടിയും ഈക്വൽ ആണ്. അതുകൊണ്ട് ജി എന്താണ്? ടി ഒരു ട്രീ ആയതുകൊണ്ട് ജിയും ട്രീ ആണ്. അതാണ് ഇതിന്റെ ഒരു കോൺവേഴ്സ് ആയിട്ടുള്ള തിയറം വരുന്നത്, നേരത്തെ പറഞ്ഞ തിയറത്തിന്റെ കോൺവേഴ്സ്. ഇനി അടുത്തൊരു തിയറം, എ ട്രീ വിത്ത് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 2 പെൻഡന്റ് വെർട്ടിസസ്. എന്താ പറയുന്നത്? മിനിമം 2 വെർട്ടിസസുകളെങ്കിലുള്ള ഒരു ട്രീ ഉണ്ടെങ്കിൽ അതെന്താണ്? അതിൽ മിനിമം 2 പെൻഡന്റ് വെർട്ടിസസുകളെങ്കിലും ഉണ്ടാവും. പെൻഡന്റ് വെർട്ടിസസ് എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെ പ്രൂവ് ചെയ്യാം? കൺസിഡർ ദ ലോങ്സ്റ്റ് പാത്ത് ഓഫ് എ ട്രീ ടി. ടി എന്ന് പറയുന്ന ട്രീയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പാത്ത് കൺസിഡർ ചെയ്യാം. ആ ലോങ്സ്റ്റ് പാത്തിന്റെ 2 എൻഡ് വെർട്ടിസസുകൾ എന്താവും? പെൻഡന്റ് വെർട്ടിസസുകളാവും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു പാത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒന്നും കൂടെ അതിലും വലിയൊരു ലോങ്ങർ പാത്തായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തുണ്ടാവും? അതൊരു സൈക്കിൾ ആയിട്ടുണ്ടാവും. അപ്പൊ അതെന്താണ്? നമ്മുടെ ഒരു കോൺട്രാഡിക്ഷൻ ആണ്. എന്താണ്? സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ട്രീ ആണ് എന്നുള്ളതിന് കോൺട്രാഡിക്ഷൻ ആണ്. അതല്ല, ഈ ഒരു പാത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താണ്? നമ്മൾ എടുത്തേക്കുന്നത് ഏറ്റവും ലോങ്സ്റ്റ് പാത്ത് ആണെന്നുള്ളതിന് ഒരു കോൺട്രാഡിക്ഷൻ ആണ്. അപ്പൊ എന്തായാലും പറ്റൂ? ഏറ്റവും വലിയ പാത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പെൻഡന്റ് വെർട്ടിസസ് എങ്കിലും ഉണ്ടാവും. ഇനി ഇതിന്റെ ഒരു കൊറോളറി ആയിട്ട് വരുന്നതാണ് ഡെൽറ്റ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ എന്താണ്? ദെൻ ജി കണ്ടെയ്ൻസ് എ സൈക്കിൾ. കാരണം എന്താ? ജിക്ക് ഒരു സൈക്കിൾ ഇല്ല എന്ന് വെക്കുക. ജിക്ക് സൈക്കിൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ ജി എന്താണ്? ഒരു ഫോറസ്റ്റ് ആണ് അല്ലെ? ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താ? ലൂപ്പ് ഉണ്ടാവില്ല. അതായത് ഡെൽറ്റ ഓഫ് ജി എപ്പോഴും എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവും ബൈ ഈ ഒരു തിയറം അനുസരിച്ച്. അപ്പൊ എന്താണ്? അത് ഇതിന്റെ ഒരു കൊറോളറി ആയിട്ട് വരുന്നതാണ്. ഇനി ഈ ഒരു ടോപ്പിക്കിന്റെ പുറമെ ഈ ഹോംവർക്കുകളും ചെയ്തിട്ട് വരാം. എന്താണ്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ആൻഡ് n-1 എഡ്ജസ് ദാറ്റ് ഈസ് നോട്ട് എ ട്രീ. ഒരു ഗ്രാഫിന്റെ n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് വേണം. അതിൽ എത്ര എഡ്ജ് വേണം? n-1 എഡ്ജും വേണം. പക്ഷെ എന്താവാൻ പാടില്ല? അതൊരു ട്രീ ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ എഴുതാം. അതുപോലെ തന്നെ ഷോ ദാറ്റ് എ സിമ്പിൾ ഗ്രാഫ് വിത്ത് ഒമേഗ കോമ്പണൻസ് ഈസ് എ ഫോറസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് m ഈക്വൽ ടു n-omega. ഓൾറെഡി പ്രൂവ് ചെയ്ത റിസൾട്ടിന്റെ ചെറിയൊരു എക്സ്റ്റൻഷൻ ആണ് ഇത്. ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം. അതുകൂടാതെ എ വെർട്ടെക്സ് വി ഓഫ് എ ട്രീ ടി വിത്ത് അറ്റ്ലീസ്റ്റ് 3 വെർട്ടിസസ് ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് ടി ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഈസ് നോട്ട് എ പെൻഡന്റ് വെർട്ടെക്സ്. ഇതും പ്രൂവ് ചെയ്യാം. ഓൾറെഡി ഉള്ള റിസൾട്ടുകൾ വെച്ചിട്ട് ചെറിയ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. അതുപോലെ പ്രൂവ് ദാറ്റ് എവരി ട്രീ ഈസ് എ ബൈപാർട്ടേറ്റ് ഗ്രാഫ്. ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്താണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് എവരി ട്രീ ഈസ് എ ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്നുള്ള പ്രൂഫ്. ഈ 4 ഹോംവർക്കുകളായിട്ടും ചെയ്യാം.